എങ്ങനെയാണ് ഈ വിധി പ്രസ്താവത്തിലേക്ക് ജഡ്ജി കടന്നത്? അതിന് മുമ്പ് പ്രാഥമികമായി എന്തെങ്കിലും പറയുകയുണ്ടായോ? ഇതിൽ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപുള്ള വാദത്തിൽ, അതായത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സംഭവത്തിലെ വാദത്തിന്മേൽ ചില കാര്യങ്ങൾ പ്രതികൾ ബോധിപ്പിച്ചിരുന്നു. അതുകൂടി കോടതി കൺസിഡർ ചെയ്തു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു അന്തിമമായ വിധി ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് തന്നെ അത് പുറത്തിറക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയധികം വൈകിയത്. അതിൻ്റെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയാണ് ഇത്രയധികം വൈകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലധികമാണ് ഈ വിധി പ്രസ്താവന പറഞ്ഞ സമയത്തിൽ നിന്ന് ഉണ്ടായത്. അതിൽ വളരെ കൃത്യമായിട്ട് ഇതൊരു സെൻസേഷണൽ കേസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ വിധിയിലേക്ക് ജഡ്ജി കടക്കുന്നത്. കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇരയ്ക്കുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കോടതി പറയുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്ക് സാമൂഹ്യപരമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിനൊപ്പം നിൽക്കേണ്ട ആവശ്യകത, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിധിയിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകേണ്ട സാഹചര്യം നിലവിലില്ല. അതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് കൂട്ടബലാത്സംഗത്തിനൊക്കെ ഏറ്റവും അങ്ങേയറ്റം പോയിട്ടുണ്ടെങ്കിൽ വധശിക്ഷ വരെ ലഭ്യമാകുന്ന വകുപ്പാണ്. പക്ഷേ വധശിക്ഷ അല്ലെങ്കിൽ നേരത്തെ ലൈഫ് ഇംപ്രസ്മെൻറ്റോ അത് നൽകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിൽ ഒരു നിരീക്ഷണമായിട്ട് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം. അത് കണക്കിലെടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേക പരാമർശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതികളുടെ കുടുംബ സാഹചര്യം, 1-ാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് ആർക്കും തന്നെ ക്രിമിനൽ പശ്ചാത്തലമില്ല. നമ്മൾ രാവിലെ തന്നെ പറഞ്ഞതാണ്, ആ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പ്രത്യേക പരാമർശം ഒരു പക്ഷേ വിധിയെ സ്വാധീനിക്കാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും ഈ വിധി പ്രസ്താവത്തിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിധിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ അക്യൂസ്ഡ് 1 to 6 എല്ലാവർക്കും, പൾസർ സുനി മുതൽ എല്ലാവർക്കും IPC സെക്ഷൻ 376D അത് കൂട്ടബലാത്സംഗമാണ്. അതാണ് നമ്മൾ ഏറ്റവും അധികം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം. അത് ഓരോരുത്തർക്കും 50,000 രൂപ പിഴയും ഒപ്പം തന്നെ 20 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി എന്ന് പറയുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണമെന്നതാണ്. അതുപോലെ തന്നെ 1 മുതൽ 6 വരെയുള്ള, അതായത് എല്ലാ പ്രതികൾക്കും IPC സെക്ഷൻ 342, അതായത് അന്യായമായി തടങ്കൽ വെക്കൽ, അത് പ്രകാരം 1 വർഷം വെറും തടവാണ്, സിമ്പിൾ ഇംപ്രിസൺമെൻ്റ് ആണ് വിധിച്ചിരിക്കുന്നത്. അതുപോലെ IPC സെക്ഷൻ 366, 354B തുടങ്ങിയ വകുപ്പുകൾക്ക് പ്രത്യേക ശിക്ഷ വിധിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ IPC സെക്ഷൻ 357 പ്രകാരം 1 വർഷം തടവ് വിധിച്ചിരിക്കുന്നു എല്ലാവർക്കും. മറ്റൊരു വകുപ്പ് പ്രകാരം ഓഡിയോയിൽ അത് പ്രകാരം 10 വർഷം കഠിന തടവ്. അത് എനിക്ക് തോന്നുന്നു അത് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. 10 വർഷം പറഞ്ഞിരിക്കുന്നത് 366 പ്രകാരം 10 വർഷവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും ആണ്. അല്ലെങ്കിൽ 6 മാസം കൂടുതൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുന്നതുകൊണ്ട് 20 വർഷം കഠിന തടവെന്നുള്ളത് അക്കാര്യത്തിൽ